നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഛാന്തോക്യ ഉപനിഷത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ ഖണ്ഡമാണ് ഇന്ന് വായിക്കുന്നത്. 1-ാമത്തെ ശ്ലോകം. അഥ ഹോവാചേന്ദ്രദ്യുമ്നം ബാല്യേവയം കം തവമാത്മാനുപാസ്സ ഇതി വായുമേവ ഭഗവതോ രാജന്നിതി ഹോവാചൈഷ വൈ പൃഥക് വർത്മാത്മാ വൈശ്വാനരോയം ത്വമാത്മാനുപാസ്സേ തസ്മാത് ത്വാം പൃഥക് വല്യ ആയന്തി പൃഥക് ഗ്രഹശ്രേയോനു യന്തി. അതിനുശേഷം ഇന്ദ്രദ്യുമ്നൻ ബാലവേയനോട് പറഞ്ഞു, വയ്യാഘ്രപ്രഭു, ആത്മനായ ആരെയാണ് നീ ഉപാസിക്കുന്നത്? വായുവിനെ രാജാവേ. അദ്ദേഹം പറഞ്ഞു, പ്രാപഞ്ചിക ആത്മൻ ശരിക്കും ആത്മനായി നിങ്ങൾ ഉപാസിക്കുന്ന പല പാതകൾ ഉള്ളതാണ്. അതുകൊണ്ട് പൂജകൾ പല രീതികൾ നിങ്ങളിലേക്ക് വരുന്നു. രഥങ്ങളുടെ വരികൾ പല രീതികളിൽ നിങ്ങളെ പിന്തുടരുന്നു. 2-ാമത്തെ ശ്ലോകം. അസ്യന്നം പശ്യസി പ്രിയമത്യന്നം പശ്യതി പ്രിയം ഭവത്യസ്യ ബ്രഹ്മർച്ചസം കുലേയ ഏതമേവാത്മനം വൈശ്വാരം ഉപാസ്യേ പ്രണസ്തേവ ആത്മന ഇതി ഹോവാച പ്രാണസ്ത ഉദക്രമിഷ്യദ്യന്മാം നാഗമിഷ്യ ഇതി. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, നിങ്ങൾ സന്തോഷിക്കുന്നത് കാണുന്നു. പ്രാപഞ്ചിക ആത്മനെ ഉപാസിക്കുന്ന കുടുംബത്തിൽ ഉള്ളവരിൽ വിശുദ്ധ ജ്ഞാനമുണ്ട്. എങ്കിലും അത് ആത്മന്റെ ഒരു ശ്വാസം മാത്രമാണ്. എൻ്റെ അടുത്ത് വന്നില്ലെങ്കിൽ നിന്റെ ശ്വാസം പോകുമായിരുന്നു. അപ്പൊ ഇവിടെ ഗുരുവിന്റെ അടുത്തെത്തുന്നതിന്റെ പ്രാധാന്യമാണ് ഛാന്തോപനിഷത്തിൽ പറയുന്നത്. ആത്മൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നു. അഹം എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു. അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശേഷിത. നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ ജീവിതത്തിന്റെ സെന്ററായി നിൽക്കുന്ന, ഓരോ ഇൻഡിവിജ്വലും സെന്ററായിട്ട് നിൽക്കുന്ന ആ ഫുൾനെസിന്റെ പ്രകടനം, അതിനെയാണ് ആത്മൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ രാജ്യത്തിൽ സെൻട്രൽ ഗവൺമെന്റ്
ആ സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ സ്റ്റേറ്റിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിലൂടെ, ആ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് മാനിഫെസ്റ്റേഷൻ വില്ലേജ് എത്തും പഞ്ചായത്ത് ലെവലിലാണ്. അപ്പൊ പഞ്ചായത്ത് ലെവലിലുള്ള ഗവൺമെന്റൽ കൺട്രോള് നമ്മൾ വാർഡ് മെമ്പറിലേക്ക് കണക്ട് ചെയ്യും. വാർഡ് മെമ്പർ കണക്ട് ചെയ്യുന്നതിന് സെന്ററിലേക്ക്, ഓരോ വീടിന്റെയും സെന്ററിലേക്ക്, ഗൃഹനാഥയിലേക്ക്. അപ്പൊ വീടിന്റെ സെന്റർ ഗൃഹനാഥനും ഇപ്പൊ ഗൃഹനാഥയാണ് ഇപ്പോഴത്തെ നിയമം. റേഷൻ കാർഡൊക്കെ ഗൃഹനാഥയുടെ പേര്. എന്തായാലും ഒരു സെന്റർ ഉണ്ട്. അപ്പൊ ഈ കണക്ഷൻ നമ്മൾ വീട്ടിലുള്ള സെന്ററിലൂടെ കണക്ട് ചെയ്തിട്ട് പഞ്ചായത്തിലേക്കും സെന്ററിലേക്കും കണക്ട് ചെയ്യുന്ന പോലെ നമ്മുടെ ഹൃദയത്തിലുള്ള ആ കണക്ഷൻ, ഓരോ ഇൻഡിവിജ്വൽ സോളിന്റെയും കണക്ഷൻ യഥാർത്ഥത്തിൽ ആ സ്രോതസ്സുമായിട്ടാണ്. അപ്പൊ അത് പല സ്റ്റേജസും കടന്നു പോകുമ്പോൾ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ എല്ലാം കടന്നു പോകുമ്പോൾ അതിൻ്റെയൊക്കെ ഓരോ കേന്ദ്രങ്ങളുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശരിക്കുള്ള വഴി ഒന്നുണ്ട്. പല പാതകളും ഇപ്പോൾ വേറെ വളഞ്ഞ വഴിയിൽ ആയിരക്കണക്കിന് ഉണ്ടാവും. പക്ഷെ സ്ട്രെയിറ്റ് വഴി ഒന്നും മാത്രമേ ഉള്ളൂ. നാഷണൽ ഹൈവേ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ പാത ഒന്നു മാത്രമാണ്. ആ പാതയിലേക്ക് നമ്മൾ കണക്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതം വ്യർത്ഥമാണ്. നമ്മൾ പല വഴികളിലൂടെ കടന്നു പോകും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വീടിന്റെ നാഥൻ സൊസൈറ്റിയിൽ മിങ്കിൾ ചെയ്യുന്നില്ലെങ്കിൽ ആ സൊസൈറ്റിക്ക് ബുദ്ധിമുട്ടാവുന്നു. അവിടെ മതിൽ കെട്ടുന്നു, കുട്ടികളെ കളിക്കാൻ വന്നേക്കില്ല, ആരെയായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സമ്മതിക്കില്ല. സൊസൈറ്റിക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരാൾ വെള്ളം കൊടുക്കില്ല, ആരെയൊക്കെ പ്രവേശിക്കില്ല, വന്നവരൊക്കെ ചീത്ത പറഞ്ഞ് ഓടിക്കും. അത് പഞ്ചായത്ത് ലെവലിലേക്ക് ശ്രദ്ധിച്ചു. പഞ്ചായത്തിലെ ഒരു ഈഗോ ഉള്ള ഒരാളാണ് ഭരിക്കുന്നതെങ്കിൽ ആ പഞ്ചായത്ത് സ്റ്റേറ്റിന് തന്നെ ഒരു പ്രശ്നമാണ്. ഞങ്ങള് നമ്മുടെ അടുത്തുള്ള ഒരു ആശ്രമത്തിൽ ഒരു കിണർ കുഴിക്കാൻ ശ്രമിക്കുന്നു. സാങ്ഷൻ ചെയ്തിട്ടുണ്ട്, മുകളിൽ നിന്ന് സാങ്ഷൻ ചെയ്തു, പക്ഷെ ഇവിടെ സമ്മതിക്കില്ല, കിണർ കുഴിക്കാൻ സമ്മതിക്കില്ല. എന്താ കാര്യം? കണക്റ്റഡ് അല്ല. അപ്പൊ ഈ കണക്ഷൻ നമ്മളിലൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ടെമ്പററി ആയിട്ട് മാറും. അതാണ് പറയുന്നത്. നീ എന്നിലേക്ക് എത്തിയില്ലെങ്കിൽ നിന്റെ ശ്വാസം നിലയ്ക്കുമായിരുന്നു. അതാണ് പറയുന്നത്. നമ്മുടെ ഈ ജീവിതത്തിൽ തരുന്ന ഈ ശ്വാസം ഈ ജീവിതത്തിൽ അവസാനം, ഇനി അടുത്ത ജീവിതം വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പുതിയൊരു ശ്വാസം നമ്മൾ കണക്ട് ചെയ്യണം, പുതിയൊരു എക്സിസ്റ്റൻസിലേക്ക് കിട്ടണം. ഇതൊക്കെ മറന്നിട്ടുണ്ടോ? ഇപ്പൊ ഇലക്ഷനിൽ പുതിയ പുതിയ ആൾക്കാർ വരുന്ന പോലെ നമ്മളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തലത്തിലുള്ള ജീവിതങ്ങളും ശരീരങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ദ്രൻ, അഗ്നി, വരുണൻ, ദേവതമാരുണ്ട്. ഇതൊന്നും പെർമനന്റ് അല്ല. ഇന്നത്തെ ഇന്ദ്രനല്ല, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഇന്ദ്രൻ. ബ്രഹ്മാവും മാറിക്കൊണ്ടിരിക്കുന്നു. ആ ബ്രഹ്മ ഭുവനാൻ ലോക പുനരാവർത്തിനോ അർജുന എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇതൊക്കെ ടെമ്പററി ആവുന്ന എന്തുകൊണ്ടാണ്? അവരൊന്നും കണക്റ്റഡ് ആയിട്ടില്ല, സെന്ററിലേക്ക് കണക്റ്റഡ് ആയിട്ടില്ല. ആ ശരിക്കുള്ള ഫ്ലോയില് കണക്റ്റഡ് ആവണമെങ്കിൽ പിന്നെ പുനരാവർത്തി ഇല്ല എന്ന് ഭഗവാൻ പറഞ്ഞു. എന്നിലേക്ക് കണക്ട് ചെയ്ത പുനരാവർത്തി ഇല്ല. അവിടേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പല റോൾസും പ്ലേ ചെയ്തിട്ടോ, നമുക്ക് യാതൊരുവിധ സ്ട്രെസ്സും ഇല്ല. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയാണ് ഗുൽസാരിലാൽ നന്ദ. ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. അദ്ദേഹത്തിന് പിന്നീട് ഭാരതരത്ന കൊടുത്തു. അതേ 2 പ്രാവശ്യം പ്രൈം മിനിസ്റ്ററായി. 1964 1966 നടന്നു. ഒന്ന് ജവഹർലാൽ നെഹ്റു മരിച്ച സമയത്ത്, അടുത്ത പ്രൈം മിനിസ്റ്റർ തെരഞ്ഞെടുക്കുന്നതിന് ലാൽ ബഹാദൂർ ശാസ്ത്രി വരുന്നതിന് മുമ്പ് 64 13 ദിവസമായിട്ടുണ്ടായി. പിന്നെ 64 ലാൽ ബഹാദൂർ ശാസ്ത്രി മരിച്ചിട്ട് ഇന്ദിരാഗാന്ധിജി വരുന്നതിന് മുമ്പ് 13 ദിവസം. അപ്പൊ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആവുന്നു, ഒരു ചെറിയ ബ്രീഫ് കേസ് എടുത്തിട്ട് കയറുന്നു, ഇറങ്ങി പോകുമ്പോൾ അതേ ബ്രീഫ് കേസായിട്ട് പോകും. എന്തിനാ അധികം സാധനം? ഇത്രയൊക്കെ മതി. ഒരു ഉത്തമ ഗാന്ധിയൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം അവസാന കാലത്ത് വാടക വീട്ട് താമസിച്ചിരുന്നു. വാടകക്കാരൻ അദ്ദേഹത്തെ പുറത്താക്കുമ്പോൾ ഗവൺമെന്റ് ശ്രദ്ധിച്ചത് ഇങ്ങനെ മുൻ പ്രധാനമന്ത്രി സഫർ ചെയ്യുന്നു. അതാണ് ഒരു കർമ്മയോഗി. അതാണ് ഗാന്ധിജി പഠിപ്പിച്ചു കൊടുത്തത്. അതാണ് അദ്ദേഹം ഫോളോ ചെയ്തത്. നമുക്ക് ഇവിടെ ജീവിതത്തിൽ ട്രസ്റ്റി പോലെ ജീവിക്കണം എന്നതിന്റെ അർത്ഥം എപ്പോഴും കണക്റ്റഡ്. എന്റെ കാര്യങ്ങൾ നോക്കാൻ മുകളിലുണ്ട്. എനിക്ക് തരുന്ന റോള് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് പ്ലേ ചെയ്യുക, ആവശ്യം കഴിഞ്ഞാൽ ഇറങ്ങിപ്പോവുക, കസാലയിൽ പിടിച്ചു തൂങ്ങുകയല്ല ചെയ്യുക. അതുപോലെ ഫാമിലിയിൽ ഒരു ആളുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടീം ഏറ്റെടുക്കുന്നു. അപ്പോൾ അവർക്ക് ഭരണം കൊടുക്കുക. എന്നിട്ട് പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം എന്നോട് ചോദിക്കും. ഞാൻ എന്തായാലും ഇവിടെ പറയാൻ സമയമായി, ഞാൻ ആ കണക്ഷനിലിരിക്കുകയാണ്, എന്തെങ്കിലും ആവശ്യം എന്നെ ഒരിക്കൽ പറഞ്ഞ് മനസ്സിലായുള്ള എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. സ്ഥാപനങ്ങളിലായാലും ഇത് തന്നെ. നമ്മളെപ്പോഴും നമ്മളിൽ ഉണ്ടായിട്ടുള്ള കഴിവുകൾ ട്രാൻസ്ഫർ ചെയ്യുക, നമ്മളെപ്പോഴും കണക്റ്റഡ് ആയിരിക്കുക, ഷെയർ ചെയ്യുക. അതാണ് ഷെയറിങ്, സനാതന ധർമ്മം എന്ന് പറയുന്ന അർത്ഥം. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ഫാമിലിയിലോ പഠിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. കുടുംബത്തിൽ അത് പഠിക്കാൻ പറ്റും. കുടുംബത്തിൽ നമ്മൾ ഈ ഹൈറാർക്കിയെ മാനിച്ചില്ലെങ്കിൽ നമ്മൾ ശരിക്കും സ്പിരിച്വൽ ഹൈറാർക്കിയെ മാനിക്കില്ല. ഭഗവാൻ ശ്രീരാമനും ലക്ഷ്മണനും കൂടി കാട്ടിലേക്ക് പോകുമ്പോൾ ലക്ഷ്മണന്റെ
അമ്മ സുമിത്ര രാമനോട് പറയുന്ന ഒരു വളരെ ഗംഭീരമായിട്ടുള്ള ഉപദേശമുണ്ട്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യാം അടവിം വിദ്ധി ഗച്ഛത്യാദ യഥാസുഖം. ഇത് ബ്യൂട്ടിഫുൾ ശ്ലോകം. രാമനെ ദശരഥനായി കാണുന്നു. ഹൈറാർക്കിയാണ്. അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ ജ്യേഷ്ഠഭ്രാത പിതൃസമ. ആചാര്യജി മഹാരാജ് എപ്പോഴും പറയുന്നത് ഒരു ഫാമിലിയുടെ ഹൈറാർക്കി നിലനിർത്തുന്നേ അതേ പറ്റും. അദ്ദേഹത്തിന് വിവരമുണ്ടോ വിവരമില്ലേ എന്നുള്ളതല്ല പ്രശ്നം. അദ്ദേഹത്തിന് നമ്മൾ ഇതിന്റെ ചുമതലകൾ അറിയിക്കുക. എന്ത് വേണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാം. പക്ഷെ അദ്ദേഹത്തോട് പറയാതെ ചെയ്യരുത്. എനിക്കിത് മുമ്പേ മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളത് ചെയ്യാത്തതാണ് നമ്മുടെ കുഴപ്പങ്ങൾ മുഴുവൻ. അച്ഛൻ ഏട്ടനൊന്നും അറിയില്ല. ഏട്ടൻ അറിയില്ലായിരിക്കാം. പക്ഷെ നമ്മൾക്ക് കൂട്ടുകൂടിയിട്ട് എല്ലാവരും തീരുമാനിച്ചിട്ട് ഏട്ടനാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് കറക്റ്റ് ചെയ്യാം. ഉള്ളിൽ നിന്ന് തന്നെ കറക്റ്റ് ചെയ്യാം. പുറത്ത് നമ്മൾ ഒരിക്കലും സ്പ്ലിറ്റ് ആയിട്ട് കാണിക്കരുത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഹൈറാർക്കിനെ മാനിക്കും. ഹൈറാർക്കി നമ്മൾ മാനിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലോയില് വരുന്നു. നമ്മളിത് മാനിക്കാത്ത നമ്മൾ ഫ്ലോന്ന് വിരുദ്ധമായിട്ട് പോകും. അച്ഛനെയും അമ്മേനെയും മാനിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇൻഡിപെൻഡന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ അവരെ കൺവിൻസ് ചെയ്യണം. അവരെ കൺവിൻസ് ചെയ്തിട്ട് ഇതാണ് ശരി. ഇപ്പൊ എന്റെ ശരീരത്തിൽ പൂണൂലുണ്ടായിരുന്നു. അത് ചാരിജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, പൂണൂല് ഈ കാസ്റ്റ് സിമ്പിൾസ് എടുത്ത് കളഞ്ഞു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാനത് കളയാണ്. അച്ഛൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, എനിക്കും അതിൽ വിരോധമില്ല. അച്ഛനെ ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ഞാനത് എടുത്തു കളഞ്ഞു. അപ്പൊ നമുക്കൊരു കുറ്റബോധമില്ല. അപ്പൊ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ മാനിക്കുമ്പോൾ അവർ നമ്മളെ റെസ്പെക്ട് ചെയ്യും. നമ്മളുടെ പറഞ്ഞ കാര്യങ്ങൾ അവർ റെസ്പെക്ട് ചെയ്യുന്നു. നമ്മൾ സഹജ മാർഗത്തിൽ എത്തിച്ചേരും. ഇതാണ് സഹജ മാർഗത്തിന്റെ ഹാർട്ട്ഫുൾനെസിന്റെ വഴി. ഇതേക്കുറിച്ച് കൂടുതൽ ഇൻട്രോസ്പെക്ട് ചെയ്യും. അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.